ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മൈനിങ്ങിന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് ഈ ചെസ്റ്റ് ഉണ്ടാകാൻ കുറേ കൊബിൾ സ്റ്റോൺ ഉണ്ട്. കാരണം ഞാൻ മൈനിങ് ഇവിടെ ആയിരുന്നല്ല. ഗൈസ് ഇത് ഗൈസ് ഇവിടെ മൈനിങ്ങിന് പോയി. സത്യം പറയാം, ഒന്നുപോലും കിട്ടിയില്ല, ഒന്നുപോലും. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടിയേ. നമുക്ക് നേരെ ഇങ്ങോട്ട് ഒരു രണ്ട് വേണ്ട ഒരു പിക്കാക്സ്, ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി അങ്ങ് ഡയമണ്ട് മൈനിങ്ങിന് പോയാലോ? നിങ്ങൾ എന്ത് പറയണ്? പിന്നെ വെച്ചാൽ അത് തന്നെ അങ്ങ് ചെയ്യാമെന്ന്. കുറേ ടൈം ആവും, അതെനിക്കറിയാം, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത് തന്നെ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. വേറെ നമ്മൾ ഉണ്ടാക്കണില്ല. ഇനി നമുക്ക് ചിലപ്പോൾ ഡയമണ്ട് കിട്ടിയില്ലെങ്കിലോ ബാക്കിയൊക്കെ ഇടാം ഇവിടെ. ഇനി എന്തായാലും ഗൈസ് ഇതിരിക്കട്ടെ, ഒരു നോർമൽ പിക്കാക്സ് ഇരിക്കട്ടെ ഗൈസ്. ഇനി പറ്റിയാൽ ഇനി പൊയ്ക്കൊടുക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ മൈനിങ്ങിന് നൈറ്റ് ആവും. ഇതിൻ്റെ ഹാർട്ട് കണ്ടറിയാം ഞങ്ങൾക്ക്. എനിക്ക് ഫുഡില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഫുഡ് ഫാം ഉണ്ടാക്കും. അടുത്ത മിക്കവാറും 2 ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ട് ഗൈസ് അടുത്ത എപ്പിസോഡ്. അല്ലെങ്കിൽ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാനാണ് സാധ്യത. ഞാൻ ഇതുവരെ ബെഡ് ഉണ്ടാക്കിയില്ല എൻ്റെ ഇതിൽ. കാരണം എന്താ, ഞാൻ മറ്റേ പൊക്കിയതാണ് കേസ് എല്ലാം. നിങ്ങൾക്ക് XP കണ്ടറിയാം. 4 XP ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 XP ആയി. കാരണം എന്താ, ഞാൻ ചത്തു എൻ്റെ മോനെ. അല്ലാണ്ട് പിന്നെ ചാവാണ്ട് പിന്നെ ഇത് 6 ഡയമണ്ടൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാം, കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് പോവാം. ഞാൻ കുറച്ച് ടോർച്ചില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ കുറേ ടോർച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ല. ഇവിടെ കുറച്ച് ചെയ്യാം ഇവിടെ കുറേ മൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ല. എന്താണ് എടുക്കാത്തത്? എന്ത് ചെയ്യാനാണ് എൻ്റെ ബാഡ് ലക്ക്. ഇന്ന് നമ്മൾ ഡയമണ്ട് അമർ ആവും, അത് എൻ്റെ ഇതാണ്. ഇത്ര ദിവസം എടുത്താലും ശരി ഞാൻ ഡയമണ്ട് ആർമർ ആവും. അപ്പോൾ കഴിച്ച് നമുക്ക് ചാർക്കോൾ സ്മെൽറ്റ് ചെയ്യാം. ഇപ്പം എന്ത് ചെയ്യും? അതില്ലാണ്ട് ഇപ്പം എങ്ങനെ മൈനിങ്ങിന് പോവാം? മൈനിങ്ങിന് പറ്റില്ല കേസ് അതില്ലാണ്ട്. എനിക്ക് വെള്ളത്തിനിടയിൽ നിന്ന് മൈനിങ്ങിന് ഒരു ചത്ത് പറയണ്ട. എങ്ങനെയാണ് ചത്ത് വയ്യാണ്ടായി അങ്ങനെ ചത്തേ. അപ്പം കൈസ് അപ്പം കിട്ടിയ 19 ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗൈസ്, എൻ്റെ ലെവലിൽ അയൺ ആർമർ ഉണ്ടാവാണ്ട് ഞാൻ ഡയമണ്ട് ആർമർ ഉണ്ടാവുമോ? അപ്പം ചിലർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അയ്യോ ഇല്ല, സ്മെൽറ്റ് ആകുമ്പോൾ ടൈം എടുക്കും. നമുക്കപ്പോഴേക്ക് ആടിനെയൊക്കെ കൊല്ലണം. നമുക്ക് ആടിനുണ്ട് എന്ത് സ്പീഡാണെന്ന് ലോങ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ മൈനിങ്ങിന് കൊണ്ട് പാട്ടൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഗൈസ്. കാണിച്ചാവും. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പോർട്ടലും ഉണ്ടാക്കും ഗൈസ്. പോർട്ടൽ തുടങ്ങിയാലോ? ഇത് സ്മെൽട്ടായി കഴിഞ്ഞാൽ കുറേ ഇതില്ല, വുട്ടില്ല. പക്ഷേ എന്താ ചെയ്യുക, വുട്ടിന് വരെ ക്ഷാമം.
നമുക്ക് അപ്പുറത്തെ വില്ലേജിനെ അടിച്ചു മാറ്റാം. ഭയങ്കരമില്ലാത്ത ടൈമിൽ തന്നെ ഹാർട്ടും കൂടെയാണ് കോപ്പ്. എനിക്ക് മൈൻക്രാഫ്റ്റ് കൊടുക്കാത്ത ഇഷ്ടമാണ് ഉണ്ടല്ലേ. എനിക്ക് ഇത്ര ലക്ക് തന്നെ. വില്ലേജ് കിട്ടിയത് എന്തൊരു ലക്ക്. പിന്നെ എന്തൊക്കെ കുറേയൊക്കെ വേണമെങ്കിൽ വില്ലേജ് പിന്നെ ഈ സംഭവം ഉണ്ടായി. നമ്മളൊരു വില്ലേജ് തന്നെ സോമ്പി കളിച്ചത്. സോമ്പി കടിച്ചു കഴിഞ്ഞാൽ മറ്റേ എല്ലാ സോമ്പി വില്ലേജ് ആക്കി. ഞാനിപ്പോൾ ന്യൂബായതുകൊണ്ട് ക്യൂർ ചെയ്യാനുള്ള സംഭവമൊന്നും ഇല്ല. നമുക്ക് ട്രേഡുകൾ സെറ്റ് ചെയ്യണം. അതൊക്കെ ഫ്യൂച്ചർ പത്തെണ്ണം മതി. ടോർച്ച് 4 ചെന്ത് പെട്ടെന്ന് ലാഗ്. ഓക്കെ, അപ്പോൾ ഒരു ടോർച്ച് ഉണ്ടാക്കാൻ 4 ടോർച്ച് ഉണ്ടാക്കാൻ ഒരു ഇത് മതി. കോള് ഏതായാലും ചാർക്കോളായാലും കോളായാലും കുഴപ്പമില്ല. ഏതായാലും എന്താ പക്ഷെ അത് മതി. അപ്പോൾ 40 ടോർച്ച് ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉണ്ട്. 5 ഉണ്ട്. 45 നമുക്ക് ഇത് ചെയ്തപ്പോൾ കിട്ടിയതൊക്കെ പോയി. എൻ്റെ മുനിപ്പം കളി ഞാൻ വീട് ചക്ക. ഞാൻ പിന്നെ മൈൻക്രാഫ്റ്റ് എടുത്ത് നോക്കില്ല. ലാവയൊക്കെ ഒന്ന് അടയ്ക്കാം. പക്ഷെ അമ്മ കണ്ട ഇതിൻ്റെ അടിയൊക്കെ മൊത്തം ഇതാണ്. ഗോൾഡൊക്കെ വേണം. ടൈം എടുക്കുന്നത് നമുക്ക് ഗോൾഡ് ഫാമൊക്കെ ഉണ്ടാകണം. കയ്യിലൊക്കെ ഇടുക വേണ്ട, അതുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, 8 മിനിറ്റായി. പക്ഷെ എന്ത് കോപ്പാണിത്. അവൻ എനിക്ക് വെക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ PvP പവർ കാണിച്ചിട്ടുണ്ട്. ക്രൈഡ് ഒബ്സിഡിയൻ വേണ്ട. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബെഡ് റോക്കിൽ ഗോൾഡ് ഫാം ഉണ്ടാക്കുമ്പോൾ ജാവിയിൽ എന്ന് പറയുമ്പോൾ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ പറ്റുന്ന മോളിക്കാരണം നെതറിൻ്റെ എല്ലാം വാങ്ങണമെന്ന് വേണ്ട ഗൈസ്. പക്ഷേ ഇതിന് കുറച്ച് പോർട്ടൽ വേണം, അത് ഒബ്സിഡിയൻ വേണം ഗൈസ്. അത് 23 പോർട്ടൽ ഉണ്ടാക്കണം ഗൈസ്. അത് മൈക്രോഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട പോർട്ടൽ. അതൊരു ഫുഡ് ഫാം ഉണ്ടാക്കണം. പിന്നെ അത് ചേട്ടനില്ല ചേട്ടൻ പറഞ്ഞ് 10 ഇത് കിട്ടിയിട്ടുണ്ടാവണം. പക്ഷെ 9 കുക്ക് ചെയ്ത് കഴിച്ചാൽ ഇത് ബലം ഉണ്ടാവും. അതിന് 3
എൻ്റെ മോനിരിക്കുകയാണ്. ഞാൻ ഡയമണ്ട് ചേട്ടനും കൂടി ഉണ്ടാക്കണം. ചേട്ടൻ മിക്കവാറും മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഉണ്ടാവില്ല എന്നാണ് ഗൈസ് എന്നോട് പറഞ്ഞത്. ചിലപ്പോൾ ഇല്ല. ഓക്കെ, ഡ്രാഗനെ കൊല്ലുമ്പോൾ വിളിക്കാം. അങ്ങനെ വണ്ട് ഓക്കെ ഞാനിവിടെ നിൽക്കുന്നില്ല. ഇവിടുന്ന് ആ വെള്ളത്തിക്കങ്ങ് ചാടണ്ട. ഹാർട്ട് കൊണ്ട് വലിപ്പിച്ചിരിക്കേണ്ടി വരും. ഫോണിൽ കയറ്റാൻ പറ്റുന്ന നല്ല നല്ല ഗെയിമുണ്ട് ഈ പഴയ ഫ്രീ ആയിട്ട് കയറ്റാൻ പറ്റുന്ന ഗെയിമുകൾ കുറേ. അപ്പോൾ നമുക്ക് ആൾക്കാരെ കളിച്ച് കംപ്ലീറ്റ് ചെയ്യാം. മൈൻക്രാഫ്റ്റ് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രാഗനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആണ്, പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഡ്രാഗനെ കൊണ്ട് തുടർന്ന് കളിക്കും. എന്താ പറയുക, അപ്പോൾ കുറച്ച് വുഡ് എടുത്തിട്ട് ഇത് വെക്കണം. ഓക്കെ, ഓക്കെ ഞാൻ എന്തിയാക്കിയല്ലേ. നമുക്ക് ആക്കിയിട്ട് ചവറക്കോളൊക്കെ എടുത്ത് പോട്ടുണ്ടാക്കണം. ഇപ്പോൾ ഓർമ്മ കൊണ്ടുപോയി സൂചിച്ച് ഇതിൽ നിന്ന് നാളെണ്ണം പറ്റും. എന്തു ഗൈസ്, വുഡ് ക്ഷാമം. മിക്കവാറും ഞാൻ വുഡ് ഫാം ഉണ്ടാക്കും. ഫുഡ് ഫാം നമുക്ക് ഏറ്റവും നല്ല സ്പ്യൂസാണ്. സ്പ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ സ്പ്യൂസ് എല്ലാവരും ചാറ്റിൽ വേറെ വലുതായിരിക്കും. എൻ്റെ ചാറ്റിൽ മാത്രം യു ക്യാൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്. അതാണ് ഗൈസ്. എന്തൊരു വരാത്ത. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് ബ്ലോക്ക് കൊടുക്കണം. മൈനിങ്ങിന് പോകാം. അപ്പോൾ അതൊക്കെ തീരുമാനിച്ചത് നമ്മളിവിടെ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഗൈസ് പോണത് നമ്മളെ 15ക്കാണ് ഗൈസ്, വെറും 15. പക്ഷെ ഡയമണ്ട് ഇടും -59 ഗൈസ്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് ഉണ്ടാക്കി പോകാൻ എന്നെ കൊണ്ട് വരില്ല. സ്റ്റെപ്പ് ഉണ്ടാക്കി പോവുക. പിന്നെ ഗൈസ് ഇത് ഞാൻ 2/2 ഗൈസ്. 2/2 ഈ 2 ഇതാണ് കുറേ പണിയാണ്. പിന്നെ നമുക്ക് ഇതായി പോവുക. നമുക്കത് ദൂരത്ത് കേക്ക് ചെയ്യാം ഗൈസ്. ഇവിടെയൊക്കെ ചെയ്താലേ ഞങ്ങൾ അതിൻ്റെ പോയി വീഴും. മൈൻക്രാഫ്റ്റിൽ റൂൾ പറയട്ടെ. never dig down അടിക്കും. അടിയിൽ ലാവ ഉണ്ടാകും. പക്ഷെ മൈൻക്രാഫ്റ്റ് ആദ്യമായി കളിക്കാൻ അപ്പോൾ
എത്തിയിട്ട് നിങ്ങളെ ഇത് ചെയ്യാം. അപ്പോൾ എൻ്റെ കൈ തെറ്റി അറിയേണ്ടത് ഞാൻ ഓണാക്കിയതായിരുന്നു ഗൈസ്, മറ്റേ എൻ്റെ ഡയമണ്ടൊക്കെ കിട്ടിയപ്പോൾ. അപ്പോൾ എൻ്റെ കൈ തെറ്റി അറിയേണ്ടത് ഓഫായി ഞാൻ ടൂറായിട്ട് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തൊട്ടിട്ട് അപ്പോൾ പ്രോഗ്രസ് ഒന്നും നടത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ആയി വന്നു. പിന്നെ ഞാൻ എൻ്റെ XP ഒക്കെ നോക്കാറിയാം, ഞാൻ ഒരു ചത്ത്. പിന്നെ നോക്കി 42 ഇത് ഗൈസ്. എൻ്റെ ഡയമണ്ട് പിക്കാക്സ് പൊട്ടി. ഞാൻ കുറച്ച് ഇതുകൊണ്ട് മൈൻ ചെയ്തു ഗൈസ്. എൻ്റെ ചെസ്റ്റ് വേണ്ടി ഇതൊക്കെ കണ്ടറിയാം. പിന്നെ ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം ചത്തു. നേരെ പോയി വീണത് ഒരു കേവിക്ക് ഗൈസ്. എൻ്റെ ഇതൊക്കെ പൊട്ടി, പിക്കാക്സ് പൊട്ടി. പിന്നെ ഗൈസ് നമ്മൾ കൊണ്ടുപോയ ടോർച്ച് അത്ര മതിയായിരുന്നു ഗൈസ്. ഒരു സ്ഥലത്ത് കാണും ഗൈസ് 8 ഡയമണ്ട്, 8 1 2 3 അതിന് 8 ഡയമണ്ട് മോനെ. ഇവിടെ 3 ഗൈസ്, നമ്മുടെ ഇതിന് മുമ്പത്തെ 3. അപ്പം സംതിങ് ഉണ്ട്. ഓക്കെ 1 2 3 4 ഡയമണ്ട് തികയുമോ? പിന്നല്ല ഏതാ ലെവല്. നമ്മൾ അയൺ ആർമർ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഈ ആർമർ ഉണ്ടാക്കുന്നവനാണ് ഞാൻ. ഡയമണ്ട് ഇവിടെ പോക്ക് കണ്ട ഗൈസ്. നമ്മളെ പ്രോഗ്രസ്സിനല്ലേ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം. എന്ത് കോപ്പാണ് ഇങ്ങനെ ഇതൊക്കെ എഴുതി കാണിക്കണേ. കാണില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. ഓക്കെ ഇനി എനിക്ക് ഡയമണ്ട് ഒന്നും വേണ്ട. ഡയമണ്ട് വേണം ഗൈസ്. നമ്മളെ 1.21 ആയതുകൊണ്ടില്ലേ, നമ്മൾ 1.21 ആയതുകൊണ്ടേ നമുക്ക് ഇതുണ്ട് ഗൈസ്. നമ്മൾ ഇനി എതിരായിട്ട് ആർമർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് ഒക്കെ വേണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഗൈസ്, ഞാനിപ്പോൾ ക്രിയേറ്റീവായിട്ട് പോയി എടുത്തതാണോ എന്നൊക്കെ. ഞാൻ ആ ഡൗട്ട് തീർത്തുതരാം. നിങ്ങൾക്ക് ഇവിടെ ബെഡ് റോക്കിൽ മാത്രമേ വർക്കാവുള്ളൂ തോന്നുന്നു എനിക്ക്. ജാവുള്ളവർ നോക്കുക ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയൂ. ആദ്യം നമ്മൾ ഇതിവിടെ പോവുക, നമ്മൾ സെറ്റിങ്സ് പോവുക. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഇതിലൊക്കെ നോക്കാം ചീട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഞാൻ ഡിഫിക്കൽട്ടി കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സർവൈവൽ എന്ന് കാണാം. അപ്പോൾ നമ്മൾ സർവൈവൽ ക്രിയേറ്റീവ് ആക്കുമ്പോൾ ഇവിടെ സംഭവം കാണിക്കും, യുവർ അച്ചീവ്മെൻറ്റ് ക്യാൻ ബി ഓഫ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ അത് ഇവിടെ ആരെങ്കിലും അത് ഓൺ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മൾ ഗോ ബാക്ക് എന്ന് അടിച്ചാൽ മതി. കണ്ടിന്യൂ എന്ന് അടിച്ചാൽ അത് ഇവിടെ ഗൈസ് ഇവിടെ ഇത് മാറിയിട്ട് നമ്മൾ ക്രിയേറ്റീവ് വരും ഗൈസ്. അപ്പോൾ മനസ്സിലായ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഫോണിൽ ചെയ്യുക. അപ്പോൾ അത് തന്നെ ഗൈസ്. പിന്നെ ഇത്ര തന്നെ. ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. സെറ്റിങ്സിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഒരു മോഡ് പാക്ക് ഇട്ടുണ്ട് ഗൈസ്. പണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു മോഡ് പാക്ക്, അതറിയാൻ എൻ്റെ അത് പോയി ഗൈസ്. അമ്മ പേടിയാടി. പേടിച്ചു പോയി. അതെന്ത് ഇങ്ങനെ അവിടെ കണ്ട കൈസ്. പിന്നെ നമ്മൾ പോർട്ടൽ ഉണ്ടാക്കാൻ മറന്നുപോയി. എന്ത് നമ്മുടെ എവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതിൻ്റെ നമുക്ക് ചത്തപ്പോയി നല്ല ആരോ നമുക്കറിയില്ല. നമുക്കിത് എവിടെ ഉണ്ടാക്കാം? ഇവിടെ ഉണ്ടാക്കുമല്ലോ. ഇവിടെ ബോട്ടിൽ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് ബ്ലോക്ക് എടുക്കാം. 4 ബ്ലോക്ക് എടുക്കണം. നമ്മളിൽ കുറവ് ഒബ്സിഡിയനേ ഉള്ളൂ.
അയ്യോ മണ്ടെന്നൊക്കെ പറഞ്ഞ മണ്ടൻ കളിപ്പിച്ചു. ഇത് ഒരു ടൈം എടുക്കും. ഓക്കെ ഓ ഞാൻ ബീക്കണോ എടാ മോനെ ബീക്കൺ. ഗൈസ് നമുക്ക് ഇതുണ്ടാക്കണം ഗൈസ്. നാളത്തെ എപ്പിസോഡ് നമ്മൾ ഇതുണ്ടാക്കും. നാളെ എന്താ ചെക്കോപ്പ് പോടും ഗൈസ്. ഇതിന് ലൈറ്റ് ചെയ്യണ്ട. എൻ്റെ അയണില്ലല്ലോ ഗൈസ്. അയം കൊണ്ട് വീണ് ചത്ത മോഞ്ചി ചെല്ലാം പോയി നമ്മളെ വലിപ്പിച്ചു. അതിൽ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടി ഒന്ന് പോയി നോക്കിയാലോ. എന്തെങ്കിലും കിട്ടിയാലോ. ഗ്രാവിൽ ഇത്രയും പോയിട്ട് ഞാൻ കളിച്ചിട്ട് ഓർത്തെടുത്തില്ല. ഇപ്പോഴാണ് ആദ്യം പ്രോഗ്രസ് ഇന്നത്തെ എപ്പിസോഡിൽ. മുമ്പത്തെ എപ്പിസോഡിൽ മൈനിങ് ആണെന്ന് പറഞ്ഞ് പോയി ചത്ത്. നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയാലോ വയസ്സ്. നാളെ നമ്മൾ അയൺ ഓഫ് ക്യാമറയിലാണ് അയൺ മൈൻ ചെയ്തിട്ട് അയൺ മൈൻ ചെയ്തിട്ട് അതിൽ ലൈറ്റ് ചെയ്യും ഗൈസ്. ഓഫ് ക്യാമറ ഇല്ല, അയൺ ഓഫ് ക്യാമറ മൈൻ ചെയ്തിട്ട് ലൈറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാം ഗൈസ്. എന്തെങ്കിലും ലൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് സ്ഥലം കിട്ടണമെന്ന് നിങ്ങൾ അടിയിലും ഗസ് ചെയ്യും. ഞാൻ പറയുന്ന സ്ഥലമുണ്ട് ബസാൾട്ട്, അത് കിട്ടാണ്ട് മതി. അതാണ് ഗൈസ് ഏറ്റവും കൂടുതൽ സ്ഥലം. സോൾ സാൻഡ് കുറച്ച് ഇതാണ്. സോൾ സാൻഡ് കുഴപ്പമില്ല. എന്നാലും ഗൈസ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ ഇത് ലൈറ്റ് ചെയ്യും. ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.